എൻ പ്രശാന്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സതുദ്ദേശപരമായ ഒരു കാര്യം തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചു എന്നതാണ് എൻ്റെ നിലപാട്. പി ദിവ്യയുടെ കാര്യത്തിൽ CPM എടുത്തൊരു നിലപാടാണ് എനിക്ക് ഇതിനകത്ത് എൻ പ്രശാന്തിൻ്റെ കാര്യത്തിലുള്ളത്. കാര്യം ജയതിലക ആയതുകൊണ്ടും ജയതിലകം ഗോപാലകൃഷ്ണനും ഉൾപ്പെട്ട ഒരു നെക്സസ് ആയതുകൊണ്ടും എൻ പ്രശാന്തിൻ്റെ പ്രതികരണം സതുദ്ദേശപരമായിരുന്നെങ്കിലും അനുചിതമായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തത് കെ ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം വർഗീയ വിഷം തുളുമ്പുന്നതും കുൽസിത പ്രവർത്തനവുമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കെ ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ. ഇത് രണ്ടിലും ലഘു ചരിത്രമുണ്ടെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ ഒരു സിവിൽ സർവീസിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് ഒരു പെർമനൻറ്റ് സിവിൽ സർവീസ് വേണമെന്ന ആഗ്രഹം മുന്നോട്ട് വെച്ചത് നെഹ്റുവിൻ്റെ കാലത്ത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതിനൊരു കാരണമുണ്ട്. അന്ന് ഇന്ത്യ യൂണിയനായിട്ട് രൂപപ്പെടുന്നതിന് മുൻപ് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പോലീസിംഗ് ഫോഴ്സുകൾ വിവിധ ഫ്യൂഡലായിരിക്കുന്ന രാജാക്കന്മാരുടെയും അതേപോലെ പ്രഭുക്കന്മാരുടെയും നാടുവാഴികളുടെയും ഒക്കെ ആശ്രിത വത്സരായിരുന്നവരാണ് ഇക്കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ അതിനെ ഒരു ഭരണഘടനയോട് വിളക്കിച്ചേർത്തുകൊണ്ട് ഇന്ത്യൻ യൂണിയനിൽ പൂർണ്ണമായി നിയന്ത്രണമുള്ള ഒരു സിവിൽ സർവീസിനെ സൃഷ്ടിക്കണം. അതേസമയം തന്നെ സ്റ്റേറ്റുകൾക്ക് അവരുടേതായ ഒരു പോലീസിംഗ് ഫോഴ്സും ഒരു ഭരണ സംവിധാനവും ഉണ്ടാവണം. അതുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റീൽ ഫ്രെയിം വർക്ക് ഓഫ് ഇന്ത്യ എന്ന് വിഭാവനം ചെയ്ത് അന്ന് പോൾ ചാപ്പിൾബിയൊക്കെ വലിയ തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ച്. അപ്പോൾ ആ ഇന്ത്യൻ സിവിൽ സർവീസിന് കുറേ ഗുണങ്ങളെക്കുറിച്ച് അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന് ഇത് ആക്സസിബിൾ ആയിരിക്കണം. ഇന്ത്യൻ യൂണിയൻ്റെ പ്രതിനിധികളായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യേണ്ട ഉദ്യോഗസ്ഥരാണ്. ഏറ്റവും എലിവേറ്റഡ് ആയ പൊസിഷനിൽ നിൽക്കുന്നവരാണ്. അവർ പെർമനൻ്റ് എക്സിക്യൂട്ടീവാണ് എന്ന നിലയിലാണ് അവരെ കാണുന്നത്. അതായത് ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന് പറയുന്നത് മാറി മാറി വരുന്ന എക്സിക്യൂട്ടീവ് ആകുമ്പോഴും ഭരണത്തിൻ്റെ തുടർച്ചയുണ്ടാകുന്നത് ഈ പെർമനൻ്റ് എക്സിക്യൂട്ടീവുകളെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ അവർ സെക്യുലർ ആയിരിക്കണം, അവർ ഓപ്പൺ ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷനോടും നീതിന്യായ വ്യവസ്ഥകളോടും കമ്മിറ്റഡും ലോയലുമായിരിക്കണം. ഇക്കാര്യങ്ങളൊക്കെ ഈ സിവിൽ സർവീസിൻ്റെ മുഖമുദ്രയുമാണ്. എന്നാൽ ഇവിടെ കെ ഗോപാലകൃഷ്ണൻ ചെയ്തത് എന്താണ്? ആദ്യം കെ ഗോപാലകൃഷ്ണൻ ഒരു ഹിന്ദു മല്ലു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുന്നു. അത് പെട്ടെന്ന് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ധൃതിയിൽ എന്നാൽ പിന്നെ മതേതരമാകാൻ പുള്ളി തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദു മുസ്ലിം മല്ലു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുന്നു. ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? അപ്പോഴതിന് അദീൽ അബ്ദുള്ള അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ വിവരം പുറത്തറിയിക്കുന്നുണ്ട്. അപ്പോൾ കെ ഗോപാലകൃഷ്ണൻ യഥാർത്ഥം ചുരുങ്ങി. എന്നിട്ട് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണനും സുജയും സൂചിപ്പിച്ചതുപോലെ പോലീസിനൊരു വ്യാജ പരാതി കൊടുക്കുന്നു. നമ്മൾ സാധാരണ പെട്ടെന്ന് പിടിക്കപ്പെട്ടാൽ ആദ്യം കൊടുക്കുന്നത് ഫോൺ ഹാക്ക് ചെയ്തു എന്നാണ്. എന്നിട്ട് ഹാക്ക് ചെയ്ത ഫോൺ പരിശോധിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം കൊടുത്തത് എങ്ങനെയാണെന്ന് അറിയാമോ? മുഴുവൻ ഫോർമാറ്റ് ചെയ്തിട്ട്. അതായത് തൻ്റെ രഹസ്യ സംഭാഷണങ്ങളും ചാറ്റുകളും നീക്കം ചെയ്ത് ബാക്കിയുള്ളത് കൊടുക്കാമെന്ന വ്യാജേന മുഴുവൻ ഫോർമാറ്റ് ചെയ്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ കൊടുക്കുന്നു. അന്വേഷണ സംഘം മെറ്റയെ സമീപിച്ചു. മെറ്റ വളരെ കൃത്യമായിട്ട് മെറ്റയിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഏത് IP അഡ്രസ്സിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ IP അഡ്രസ്സിൽ നിന്നാണെന്ന് മനസ്സിലാക്കി. 2 മാത്രമല്ല 11 ഗ്രൂപ്പുകളാണ് ഈ ചങ്ങാതി ഉണ്ടാക്കിയത്. ആ 11 ഗ്രൂപ്പുകളിൽ എല്ലാത്തിൻ്റെയും സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഹിന്ദു മല്ലു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയപ്പോൾ സിവിൽ സർവീസിൻ്റെ പ്രാഥമിക ലക്ഷ്യമായ സെക്യുലർ ആയിട്ടുള്ള സിവിൽ സർവീസ് എന്ന് പറയുന്നൊരു ഫാബ്രിക്കിൻ്റെ ഒരു ആശയത്തിനെ തന്നെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. അത് ഗുരുതരമായ ചട്ടലംഘനമാണ്. ഇതിൽ സസ്പെൻഷനിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് അത് പോയേക്കാം എന്നുള്ളതാണ്. ഇനി ജയതിലകം ഗോപാലകൃഷ്ണൻ തമ്മിലുള്ള ബന്ധം എന്താ? ഈ ഗോപാലകൃഷ്ണൻ ആയിരുന്നു പട്ടികജാതി പട്ടികവർഗ ഡയറക്ടർ ഉന്നതിയുടെ CEO ആയിട്ട് പ്രശാന്തിന് ശേഷം നിയമിക്കുന്നത്. അപ്പോൾ പ്രശാന്തിന് ശേഷം 2023 മാർച്ച് 29 ഇദ്ദേഹം ചുമതല ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് 2 മാസം ഈ ഫയലുകൾ കിട്ടിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ജയതിലക് മുഖ്യമന്ത്രി അറിയിക്കുന്നു. പക്ഷേ ജയതിലക് അറിയിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ട്. ഈ പറയുന്ന എൻ പ്രശാന്ത് അങ്ങനെ കൃത്യമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥനല്ലെന്നും അദ്ദേഹത്തിൻ്റെ ഹാജർ പോലും വ്യാജമാണെന്നും ഈ വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെ കാർഷിക പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹം ഇടപെടുന്ന ചില ഓൺലൈൻ മീറ്റിങ്ങുകൾ നടക്കാത്ത മീറ്റിങ്ങിൻ്റെ പേരിൽ ഓൺ ഡ്യൂട്ടി എടുക്കുന്നു എന്നുമുള്ള കാര്യങ്ങളൊക്കെ ഇത് പ്രശാന്തിനെ പോലൊരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചൊരു ബാഡ് മാർക്കാണ്. കാര്യം അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുമ്പോൾ ക്ഷമിക്കണം ഈ സർവീസ് ബുക്കിൽ ഇത്തരം രേഖപ്പെടുത്തലുകൾ ഉണ്ടായാൽ അത് അദ്ദേഹത്തെ ബാധിക്കും. അപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന റിപ്പോർട്ടും കൂടിയാണ് പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഈ റിപ്പോർട്ട് സർവീസ് ബുക്കിൽ ഉണ്ടാവുകയും അത് പിന്നീട് പെർഫോമൻസ് അപ്രൈസലിനെ ബാധിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പ്രശാന്തിന് നന്നായിട്ടറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിയറിനെ നശിപ്പിക്കാൻ ഇത് പറ്റും. ഈ ജയതിലകനാണെങ്കിലും ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ നേരത്തെയുണ്ട്. ഇതേപോലെ ഉദ്യോഗസ്ഥരുടെ പെർഫോമൻസ് അപ്രൈസിൽ വെച്ച് താമസിപ്പിച്ചു. ഈ പ്രൊബേഷൻ ഓഫീസേഴ്സിന് കൺഫർമേഷൻ കൊടുക്കുന്നതിൽ ഇദ്ദേഹം റിപ്പോർട്ട് കൃത്യസമയത്ത് കൊടുക്കത്തില്ല തുടങ്ങി ഗുരുതരമായ ഇനി പറഞ്ഞു കേൾക്കുന്ന മറ്റു ചില ആരോപണങ്ങളുണ്ട്. അത് പക്ഷേ നമുക്ക് വസ്തുതയില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. ജയതിലകിനെ അങ്ങനെ സംശയത്തിൻ്റെ ദൃഷ്ടിയിലും വിമർശനത്തിലുമാണ് പൊതുസമൂഹം നിർത്തിയിരിക്കുന്നത്. ആ ജയതിലകും ഗോപാലകൃഷ്ണനും കൂടിച്ചേർന്ന് എൻ പ്രശാന്തിനെതിരെ നടത്തിയ നീക്കം എന്ന നിലയിലാണ് പ്രശാന്ത് അത് വ്യാഖ്യാനിച്ചത്. അതുകൊണ്ടാണ് പ്രശാന്ത് ഈ പറയുന്ന
ജയതിലക അത്ര നീറ്റായിട്ടുള്ള ആളല്ലെന്നും സ്പൈസസ് ബോർഡിൻ്റെ ഭാരവാഹിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ അന്വേഷണം വന്നിട്ടുണ്ടെന്നും തുടങ്ങിയ കാര്യങ്ങൾ വലിച്ചെടുത്ത് പുറത്തിടുന്നു. പക്ഷേ അത് പുറത്തിടാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ സിവിൽ സർവീസിൻ്റെ ചട്ടമനുസരിച്ച് അത് കൃത്യമായ ഫോറങ്ങളിൽ അദ്ദേഹത്തിന് കൊടുക്കാം. കാരണം നമ്മുടെ രാജ്യത്ത് വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടേ ഉള്ളൂ, അതിൻ്റെ ചട്ടങ്ങളൊന്നും ആയിട്ടില്ല, അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടില്ല. അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും പ്രശാന്തിന് കിട്ടുകയുമില്ല. അപ്പോൾ പ്രശാന്ത് ചെയ്തത് സതുദ്ദേശപരമാണ്. പക്ഷേ പ്രശാന്തിനൊരു ഭൂതകാലം ഉണ്ടല്ലോ, അത് പ്രശാന്തിനെ വേട്ടയാടുന്നൊരു ഭൂതകാലമാണ്. പ്രശാന്ത് ഒരേ സമയം രണ്ടു കക്ഷികളിലെയും രണ്ട് പ്രബലരായ നേതാക്കളെ വെറുപ്പിച്ചിട്ടുണ്ട്. ഒന്ന് കോൺഗ്രസ് നേതാവും കോഴിക്കോട്ടെ എം പിയുമായ MK രാഘവനെ അദ്ദേഹം വിഷമിപ്പിച്ചിട്ടുണ്ട്. രണ്ട് CPM-ൻ്റെ ലീഡറായ മേഴ്സിക്കുട്ടി എം എ ഒരു പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കോഴിക്കോട് കളക്ടറായിരിക്കുന്ന സമയത്താണ് ഈ MP രാഘവനും ഈ കളക്ടറും തമ്മിൽ ഒരു വലിയ ശീതസമരം ഉണ്ടാകുന്നത്. ശീതസമരത്തിൻ്റെ കാരണം ഈ MP ഫണ്ട് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ക്ലിയർ ചെയ്യുന്ന കാര്യത്തിൽ കാലതാമസം വരുത്തിയത് കളക്ടറോട് ചോദിച്ചു. അപ്പോൾ കളക്ടർ വളരെ സാങ്കേതികമായ നോട്ടുകളൊക്കെ ഇട്ടു. പക്ഷേ അതിന് MP അത് മാപ്പ് പറയണം എന്ന് കളക്ടറോട് ആവശ്യപ്പെട്ടു. അപ്പോൾ കുന്നംകുളത്തിൻ്റെ മാപ്പെടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു. ഇതാണ് അന്ന് ചെയ്തത്. അത് കുന്നംകുളത്തിൻ്റെ മാപ്പെടുത്ത് ഫോട്ടോ ഇട്ട് ഇതാ എൻ്റെ മാപ്പ് എന്ന് പറഞ്ഞു. അതൊരു വലിയ അവഹേളിക്കലാണ്. കാര്യം പ്രോട്ടോക്കോളിൽ ഈ MP-യേക്കാൾ എത്രയോ താഴെത്തട്ടിൽ നിൽക്കുന്നയാളാണ് ഈ ജില്ലാ കളക്ടർ. ആ ജില്ലാ കളക്ടർ കുന്നംകുളത്തിൻ്റെ മാപ്പെടുത്തിട്ട് MK രാഘവൻ എന്ന കോഴിക്കോടിൻ്റെ വളരെ ജനകീയനായ നേതാവിനെ അപമാനിച്ചു. പക്ഷേ അന്നൊരു സംഭവം ഉണ്ടായി. അന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആൾക്കാരൊന്നും ഈ MK രാഘവനോടൊപ്പം നിന്നില്ല. അന്ന് MK രാഘവൻ, ശശി തരൂരും ഒക്കെ അടക്കമുള്ള ആളുകളാണ് മറുഭാഗത്ത് നിന്നത്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ബ്രോയ്ക്ക് തോന്നി. അങ്ങനെ ബ്രോ പിന്നീട് അൺകണ്ടീഷണലായ ഒരു മാപ്പ് MK രാഘവനോട് പറയുന്നുണ്ട്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ മാപ്പ് പറയുന്നു. കുന്നംകുളത്തിൻ്റെ മാപ്പ് പിൻവലിച്ച് യഥാർത്ഥ മാപ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ചങ്ങാതിയുടെ കളി. സോഷ്യൽ മീഡിയയിലൂടെ ഈ പറയുന്ന സിനിമ ഇഡിയംസും ഫ്രെയിംസും ഒക്കെ ഉപയോഗിക്കുക. ഇന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പല സിനിമകളുടെയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. അദ്ദേഹം സിനിമ മേഖലയിൽ വലിയ താല്പര്യമുള്ള ആളുമാണ്. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും ഒക്കെ. അപ്പോൾ പ്രശാന്ത് യഥാർത്ഥത്തിൽ സതുദ്ദേശപരമാണ് അക്കാര്യം ചെയ്തതെങ്കിലും MK രാഘവൻ്റെ ഒരു ചരിത്രമുണ്ട്. ഇവിടെ ഇൻലാൻഡ് നാവിഗേഷൻ MD ആയിരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ മേഴ്സിക്കുട്ടിയമ്മ പങ്കാളിയല്ലാത്ത ഒരു ആഴക്കടൽ കരാറുമായി ബന്ധപ്പെട്ട് ഈ മേഴ്സിക്കുട്ടിയമ്മയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. അന്നതൊരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് വ്യാഖ്യാനിച്ചിരുന്നത്. അപ്പോൾ രണ്ടു പാർട്ടിയിലും ഈ N പ്രശാന്തിന് ചിത്രങ്ങളൊക്കെ ഒരുപാട് ചിത്രങ്ങളൊക്കെ വന്നു. പക്ഷേ അതൊന്നും സർക്കാർ മുന്നോട്ട് പോയ പദ്ധതി ആയിരുന്നില്ല. പ്രശാന്താണ് അതെല്ലാം ലീക്ക് ചെയ്തത് എന്നതായിരുന്നു മേഴ്സിക്കുട്ടിയമ്മയുടെ ആരോപണം. അത് രാഷ്ട്രീയ നീക്കം എന്ന നിലയിലാണ് അത് വ്യാഖ്യാനിച്ചതും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ N പ്രശാന്തിനെതിരെ ഒരു രാഷ്ട്രീയ നീക്കം സ്വാഭാവികമാണ്. കാരണം രണ്ടിടങ്ങളിലും ഇതുണ്ട്. പക്ഷേ ഇതൊക്കെ കരുതിക്കൂട്ടിയിരിക്കണമായിരുന്നു N പ്രശാന്ത്. കാര്യങ്ങൾ കൈവിട്ടുപോയി. എന്തായാലും N പ്രശാന്തിനെതിരെയുള്ള നടപടി ഒരു ഡിസൊബീഡിയൻസിൻ്റെതായിരിക്കും പരമാവധി. അല്ലെങ്കിൽ സിവിൽ സർവീസിനും ഭരണത്തിനും പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു, കളങ്കമേൽപ്പിച്ചു എന്നത് പറയുന്നതാണ്. അതൊരു പക്ഷേ സർവീസ് റെക്കോർഡിൽ അദ്ദേഹത്തിന് പെർഫോമൻസ് അപ്രൈസലിൽ ഒരു നെഗറ്റീവ് റിമാർക്കായിരിക്കും എന്നതിനും അപ്പുറം കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം നമ്മുടെ മുന്നിൽ കർണാടകയിൽ ഇതേപോലെ വിഴുപ്പിലേക്ക് ഒരു IAS IPS ഉദ്യോഗസ്ഥനുണ്ട്. രൂപ രോഹിണി എന്നായിരുന്നു. ഈ രൂപയും രോഹിണിയും ചെയ്തത് അത്രയൊന്നും പ്രശാന്ത് ചെയ്തിട്ടില്ല. രോഹിണിയുടെ നഗ്നചിത്രങ്ങളെടുത്ത് രൂപ സോഷ്യൽ മീഡിയയിലിട്ടു. സ്വകാര്യ ചിത്രങ്ങൾ, നഗ്നചിത്രങ്ങളല്ല, ക്ഷമിക്കണം, സ്വകാര്യ ചിത്രങ്ങളെടുത്ത് പബ്ലിക് പോസ്റ്റ് ഇട്ടു. IAS IPS ഉദ്യോഗസ്ഥകളായിരുന്നു രണ്ടുപേരും. ഈ രണ്ടുപേരെയും പിന്നീട് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ട്രാൻസ്ഫർ ചെയ്ത് സസ്പെൻഷൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിൽ 4-5 ദിവസങ്ങൾക്ക് മുമ്പ് അവർ പരസ്പരം സെറ്റിൽ ചെയ്തിട്ടുണ്ട്, എല്ലാം കോംപ്ലിമെൻ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കർണാടകയിൽ നടന്നത്. സിവിൽ സർവീസിൽ ഇത്തരം അടികളൊക്കെ സ്വാഭാവികമാണ്. ജൂനിയർ സീനിയർ തർക്കങ്ങളുണ്ട്. പലപ്പോഴും രണ്ട് വ്യത്യസ്ത ക്യാമ്പുകളിലായിട്ട് മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ തന്നെ IPS ഓഫീസർ ടോമിൻ തച്ചങ്കരിയും നമ്മുടെ ഋഷിരാജ് സിംഗും തമ്മിൽ വലിയ ദീർഘകാല സമരം ഉണ്ടായിരുന്നു. വലിയ അതും പൊട്ടിത്തെറികളിലേക്കൊക്കെ വന്നു. TP സെൻകുമാറും ടോമിൻ ജെ തച്ചങ്കരിയും ഉണ്ടായി. ഇദ്ദേഹത്തിന്റെ കാസറ്റ് മുഴുവൻ പിടിക്കുന്നത് ഋഷിരാജ് സിംഗ് ആണല്ലോ, CD പിടിക്കുന്നതല്ല. അപ്പോൾ ഇത് സിവിൽ സർവീസിൽ പൊതുവെയുള്ള ഒരു അച്ചടക്ക രാഹിത്യമായിട്ടാണ് കണക്കാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്തു. കാര്യം PV അൻവർ ഉയർത്തിയൊരു ആരോപണമുണ്ട്, ഇവിടെ ഉദ്യോഗസ്ഥ ഭരണമാണ്, രാഷ്ട്രീയ ഭരണം ഇതിലില്ല എന്നൊരു ആരോപണം PV അൻവർ ഉയർത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് തലപ്പത്ത് ഭരണസ്തംഭനം എന്ന നിലയിൽ അല്ലെങ്കിൽ തലപ്പത്ത് അഴിഞ്ഞാട്ടം എന്ന നിലയിലൊക്കെ വ്യാഖ്യാനം വന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഒരു ഭരണത്തലവൻ എന്ന നിലയിൽ വളരെ പെട്ടെന്ന് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ ആക്ട് ചെയ്തു. ഇനി എന്തായാലും പ്രശാന്ത് ബ്രോ കോടതി പോകുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ട്രിബ്യൂണലിലേക്കൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്. പക്ഷേ അത് സസ്പെൻഷൻ മാത്രമേ കാരണമാകൂ. അതിനുശേഷം അദ്ദേഹം തിരിച്ച് സർവീസിലേക്ക് വരും. മറ്റേതെങ്കിലും അപ്രധാനമായ വകുപ്പുകളിൽ നിയോഗിക്കപ്പെടാനാണ് സാധ്യത. പക്ഷേ ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഗുരുതരമാണ്. അത് അത്ര എളുപ്പം ആ നടപടികൾ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് ചെയ്തോ എന്ന ചോദ്യത്തിന് ചെയ്തു എന്നാണ്
എൻ്റെ നിലപാട്. ആൻഡ്രൂസ് ആൻഡ്രേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി, ഈ മേഴ്സിക്കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് മേഴ്സിക്കുട്ടിയമ്മ ഉയർത്തിയിരിക്കുന്ന പരാതിയെ ആ വിഷയത്തെ ഒട്ടും കുറച്ച് കാണാൻ CPM ഗവൺമെന്റിന് കഴിയില്ല. കാരണം വെച്ചാൽ 21 ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ഒരു മതവിഭാഗത്തെ മൊത്തം എതിരാക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്. ആ വാർത്ത കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് വലിയ തിരിച്ചടിയായി. കുണ്ടറയിൽ തോറ്റു. 99 സീറ്റിലേക്ക് CPMന്റെ അംഗബലം വർദ്ധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് അവിടെ തോക്കുകയാണ്, കുണ്ടറയിൽ തോക്കുകയാണ്. അതിനകത്ത് പ്രശാന്ത് ചെയ്തൊരു കാര്യമുണ്ട്. മേഴ്സിക്കുട്ടിയമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് അയാളുടെ കമന്റ് എന്താ, ഹു ഇസ് ദാറ്റ് എന്നാണ്. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു ജീവിതകാലം മുഴുവൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട്, ആകെപ്പാട് 5 വർഷം മേഴ്സിക്കുട്ടിയമ്മ ഒരു മന്ത്രിയായിരുന്നു എന്നുള്ളത് മാത്രമാണ് അവർക്ക് കിട്ടുള്ള അധികാര പദവി എന്ന് പറയുന്നത്. ബാക്കി അവർ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നതും അതിന് മുമ്പ് ജീവിച്ചതും ഒക്കെ ഈ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരാളെ പബ്ലിക് പ്ലേസിൽ വന്നിട്ട് ഹു ഇസ് ദാറ്റ് എന്നൊക്കെ ചോദിക്കുന്ന ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധാർഷ്ട്യത്തെ ഒന്നും കേരളം അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവർക്ക് ഈ സമൂഹ മാധ്യമ ഇടപെടലുകൾക്ക് ഒരു നിയന്ത്രണം വേണ്ടേ? കാരണം ഇങ്ങനെയുള്ള ഒരു പേഴ്സണൽ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് അതിരുവിട്ട് പോകുമ്പോഴേക്കും പ്രത്യേകിച്ച് സർക്കാർ അതിലൊക്കെ ഒന്ന് ഇടപെടാൻ കഴിയുമല്ലോ. സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന പരിധികളുണ്ടല്ലോ. ഇവർക്കെല്ലാം ഈ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് സിൻഡ്രോം ഉണ്ട്. ഈ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് സിൻഡ്രോമിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ബ്രോ ഇടക്കാലത്ത് കോഴിക്കോട് കുറച്ച് ജനകീയമായ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു. എനിക്കൊരു ഓപ്പറേഷൻ സുലൈമാനി അങ്ങനെയൊക്കെ പേരിട്ട് കുറച്ച് ജനകീയ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഫാൻ ഫോളോവേഴ്സിൽ അഭിരമിക്കുന്ന ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും പറ്റുന്നതാണ് ഇദ്ദേഹത്തിനും പറ്റിയത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആ രീതിയിൽ ഗ്ലാമർ ഉള്ളതാണെങ്കിലും ചില വകുപ്പുകളിൽ വന്നാൽ വളരെ കണിശതയോടുകൂടി പ്രവർത്തിക്കേണ്ട വകുപ്പാണ്. അവിടെ ഈ സ്വയം പെർഫോം ചെയ്യുന്നതൊക്കെ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. പക്ഷേ ഇവിടെയാണ് ആ കണക്കുകൾ കൂട്ടലെല്ലാം പോയത്. ഒരു കാര്യം ഉറപ്പാണ്, സ്വന്തം വകുപ്പ് മന്ത്രിയായിരുന്നു കേട്ടോ, അതും കൂടിയുണ്ട് ഈ മേഴ്സിക്കുട്ടിയമ്മ. ലാൻഡ് നാവിഗേഷൻ MD ആയിരുന്ന സമയത്ത് ആ വകുപ്പ് കൈകാര്യം ചെയ്ത മേഴ്സിക്കുട്ടിയമ്മയാണ് ഹൂ ഈസ് ദാറ്റ് എന്ന് ചോദിച്ചത്. ആ ധാർഷ്ട്യം, ആ അരഗൻസ്, ആ പറയുന്ന ഒരു അഹങ്കാരം, ഇതൊന്നും കേരളത്തിലെ ജനത വകവച്ചു കൊടുക്കില്ല. അത് N പ്രശാന്തിന് വലിയ തിരിച്ചടിയാണ്. ഇതുകൊണ്ട് N പ്രശാന്ത് ചില പാഠങ്ങൾ പഠിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്ന ഭരണഘടനയിലെ പ്രൊവിഷൻ തന്നെ എടുത്ത് ഉദ്ധരിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഈ സിവിൽ സർവീസും ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന നമ്മൾ മാധ്യമപ്രവർത്തകരും ഒക്കെ സാധാരണ പൊതുജനത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കേണ്ട എക്സിക്യൂട്ടീവിൻ്റെയും അതേപോലെ ഫോർത്ത് എസ്റ്റേറ്റിൻ്റെയും ഒക്കെ ഭാഗമാണ്. നമുക്ക് അഹങ്കരിക്കാനുള്ള ഒരു സ്കോപ്പും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ല എന്നുകൂടി N പ്രശാന്ത് മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ ചെയ്യേണ്ടത് ചെയ്തു എന്ന ചോദ്യത്തിന് ചെയ്തു എന്നാണ് നമ്മൾ 3 പേരുടെ അഭിപ്രായം. Meet the editors.